നോക്കൂ, കോൺഗ്രസ് എന്നല്ല, CPM എന്നല്ല, ഏതൊരു പാർട്ടിയാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാകുന്ന സമയത്ത് അതിനെ ആഭ്യന്തരമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ചിലർ ടോപ്പ് ഡൗൺ ആണ്, ചിലർ ബോട്ടം അപ്പ് ആണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഘടകങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറാകുന്നുണ്ട്. എല്ലാ ഘടകങ്ങളിലും ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും റീച്ച് ഔട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ബോട്ടം അപ്പ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ റീഡിംഗ് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് നേരത്തെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2014 തെരഞ്ഞെടുപ്പിന് പരാജയത്തിന് ശേഷം നമുക്ക് ഓർമ്മയുണ്ടാവും, വിമർശിക്കപ്പെട്ടതാണ് എങ്കിൽ പോലും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അന്ന് രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയാണ് അവരോട് തുടരാനായിട്ട് ആവശ്യപ്പെടുന്നത്. അതിനുശേഷം രാഹുൽ ഗാന്ധി നേതൃത്വത്തിലേക്ക് വരണം എന്നുള്ള ഒരു അഭിപ്രായം പാർട്ടിയിലെ CWCയിൽ ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം പിന്നീട് പാർട്ടിയുടെ പ്രസിഡന്റായി മാറുന്ന ഒരു സാഹചര്യമൊക്കെ 2014 പരാജയത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന കാര്യമാണ്. കാരണം 2014 വരെ പ്രധാനമായി നയിച്ചിരുന്നത് രാഹുൽ ഗാന്ധി ആയിരുന്നില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് അദ്ദേഹം നേതാവാകണം എന്നുള്ള ഒരു മാറ്റം ആ സമയത്തുണ്ടായി. പിന്നെ 2019 വലിയ പരാജയം ഉണ്ടായതിനു ശേഷമാണ് രാഹുൽ ഗാന്ധി രാജിവെക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള സമൂലമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഡിബേറ്റബിൾ ആയിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ ഉണ്ടാകുന്നുണ്ട്. ചിന്തൻ ശിവർ അത് പിന്നീട് റെഗുലറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ തന്നെ ഈ 2019 പരാജയത്തിന് ശേഷമാണ്. കൂടിയാലോചന യോഗങ്ങളൊക്കെ തന്നെ വളരെ കാര്യക്ഷമമായിട്ട് നടത്തണമെന്ന രീതിയിലത്തേക്കുള്ള തീരുമാനമൊക്കെ ഉണ്ടാകുന്നത് കോൺഗ്രസിൽ ആ സമയത്താണ്. അപ്പോൾ അത് എല്ലാ പാർട്ടികളും റുട്ടീനായിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ BJPക്ക് അവർക്ക് ചില സംസ്ഥാനങ്ങളിൽ പരാജയം ഉണ്ടാകുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. അത് എല്ലാ പാർട്ടിക്കും നടക്കുന്നതാണ്. പിന്നെ CPM-ന്റെ കാര്യത്തിലുള്ള ഒരു കാര്യം, ഇന്നിപ്പോൾ ശ്രീ ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം പാർട്ടിക്ക് ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് വിഷയം. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഞാൻ കാണുന്നത്, സാധാരണ CPM എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് ഏതെങ്കിലും വിഷയത്തിലെങ്കിൽ അതൊരു 3 പതിറ്റാണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ അംഗീകരിക്കുന്നത്. ഇത്തവണ ഏതാണ്ട് 1.5 മാസം ആയപ്പോഴത്തേക്ക് സമ്മതിച്ചു എന്നുള്ളൊരു കാര്യമുണ്ട്.